ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കുഞ്ഞിനെയും അമ്മയെയൊക്കെ റൂമിലാക്കിയതിന് ശേഷം കനകയാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ഓരോന്ന് ചോദിക്കുകയാണ്. ചോദിച്ചതിന് ശേഷം താലോലിച്ചിട്ട് കുഞ്ഞിനെ നവ്യയുടെ അടുത്ത് കിടത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അബി എവിടെയെന്ന്. അപ്പം ഞാൻ പറയണം ഞങ്ങൾ റൂമിനകത്തേക്ക് കയറിയതിന് ശേഷം അബി ഒന്ന് പുറത്തോട്ട് പോയി എന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ ടെൻഷനൊക്കെ മാറിയോ? കുഞ്ഞ് ജനിച്ച അബി കുഞ്ഞിനെ അംഗീകരിക്കില്ല എന്നായിരുന്നല്ലോ ചേച്ചിയുടെ പേടി. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചേച്ചിയുടെ 7-ാം മാസ ചടങ്ങ് കഴിഞ്ഞ് ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അബി ചേച്ചിയെ തിരിഞ്ഞു നോക്കില്ല എന്നല്ലേ ചേച്ചി വിചാരിച്ചത്. എന്നാൽ 7-ാം മാസത്തെ ചടങ്ങിന് ശേഷം ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അബി എന്നും വരുമായിരുന്നല്ലോ. നവ്യ പറയണം അതൊക്കെ തന്നെയായിരുന്നു വലിയ ആശ്വാസം എന്ന്. എന്നിട്ട് നവ്യ പറയുന്നുണ്ടായിരുന്നു ഇനി അവൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് ഇനി അവൻ മാറാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. പിന്നീട് ജഡ്ജിയെ പോലെയാണ് കുഞ്ഞിരിക്കുന്നതെന്ന് കനക പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നവ്യയാണെങ്കിൽ ചോദിക്കുകയാണ് നന്ദു വിളിക്കാറുണ്ടോ, നന്ദി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയുകയാണ് നന്ദു വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാത്രി വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ പോയത് തന്നെ വലിയ ആശ്വാസം, അതുകൊണ്ട് ഇപ്പം അനിയായിട്ട് കാണാനൊന്നും പറ്റൂലല്ലോ, അപ്പോൾ അനിയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതോടെ അങ്ങ് പോകുമെന്നൊക്കെയാണ് കനക പറയുന്നത്. അനിമോൻ ഇനിയിപ്പോൾ നന്ദുവിനെ കാണാതെയും സംസാരിക്കാതെയും ഇരിക്കുമ്പോൾ എന്തായാലും നന്ദു അനിയുടെ മനസ്സിൽ നിന്ന് പോകും എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ് അമ്മ പറഞ്ഞ ആദ്യത്തെ കാര്യം നടക്കും, പക്ഷേ അനിയുടെ കാര്യത്തിൽ അതൊന്നും നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും അനിയും അനാമികയും ഇപ്പോഴും പിണക്കത്തിൽ തന്നെയാണ്, അവർ തമ്മിൽ ഒത്തൊരുമിച്ചല്ല ജീവിക്കുന്നതെന്ന്. നന്ദുവിനെ മറക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്ന് നയന പറയുകയാണ്. അതിനുശേഷം ദേവയാനി മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ദേവയാനി മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് ചന്തുമോള് നല്ല ഓമനത്തുള്ള കുട്ടിയാണ്, അച്ഛനൊരു കാരണവുമില്ലാതെ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നിങ്ങനെ പറയുകയാണ്. കാരണവും തിരക്കാനാണ് ദേവയാനി വന്നത്. അപ്പം മുത്തശ്ശൻ പറയുകയാണ് എനിക്ക് 2 ആമക്കളുണ്ട്, എന്നിട്ട് പോലും അവർ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, നീ ചോദിച്ചുകൊണ്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ എനിക്കത് പറയാനും കഴിയത്തില്ല, അല്ലെങ്കിലും എനിക്ക് പറയാൻ ഉദ്ദേശമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ് കുറച്ച് മുമ്പ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിരുന്നു, അപ്പോൾ ഈ കുഞ്ഞ് ആരാന്ന് ചോദിച്ചു, ചന്തുമോൾ ആരാന്ന് ചോദിച്ചു, ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ, എന്ത് ഉത്തരമാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. മൂർത്തി ഒരു അനാഥ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ തീരുമാനിച്ചു, ആ കുഞ്ഞാണ് ഇതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശൻ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ദേവേനി പറയണേ എനിക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നയനിയും ചന്തുമോളുമായിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് ദേവേനി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അബിയും ജ്വല്ലറിയിലെ പണിക്കാരനും കൂടി സംസാരിക്കുകയാണ്. സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എൻ്റെ അച്ഛനാണെങ്കിൽ പണ്ട് മൂർത്തി സാറിൻ്റെ വിശ്വസ്തനായ ഒരു സ്റ്റാഫായിരുന്നു. അസുഖം വന്ന സമയത്താണല്ലോ എന്നെ അദ്ദേഹം ജോലിക്ക് എടുത്തത്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഞാൻ കള്ളം പറയുന്നത്, അദ്ദേഹം നേരെ നിന്ന് നിവർന്ന് നിന്ന് എൻ്റെ കയ്യിൽ ചോദിച്ചാൽ ഞാൻ ഉള്ളതെല്ലാം തുറന്ന് പറയും എന്ന്. മൂർത്തി സാറ് നേരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പണിക്കാരെല്ലാം തലകുനിഞ്ഞു പോകും. അങ്ങനെയാണ് മൂർത്തി സാറിനെ കാണുമ്പോൾ നമ്മളൊക്കെ പേടിച്ച് നിൽക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൂർത്തി സാറിനെ കാണുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്നുള്ള പേടി ആ പണിക്കാരനുണ്ട്. ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് അബി പറയണേ. അങ്ങനെ വല്ലോ നീ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ ബാക്കി വെച്ചേക്കില്ല എന്ന്. പറയുന്നത് പോലെ നിന്നാൽ നിനക്ക് അതിൻ്റെ നേട്ടം കൂടുതലേ കിട്ടത്തുള്ളൂ എന്നിങ്ങനെ പറയണേ. അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതിൽ ആ പണിക്കാരന് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എന്തെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ ഞാൻ നിന്നെ വെച്ചേക്കില്ല, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് നിർത്തുന്നത്. നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അബി പറഞ്ഞു കൊടുക്കുകയാണ് മുത്തശ്ശന് ഇപ്പോൾ വലിയ രോഗങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നീ മുത്തശ്ശനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. പിന്നീട് നവിയും കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. കനകയും നയനയൊക്കെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അബി വരുന്നത്. അപ്പോൾ അബിയെ കാണുമ്പോൾ കനകയും നയനയും പറയുകയാണ് ഞങ്ങളെ പുറത്തേക്ക് ഇരിക്കാം, നിങ്ങൾ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അബിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. നവ്യ ചിരിച്ചുകൊണ്ട് പറയുകയാണ് കണ്ടോടാ നിൻ്റെ കുഞ്ഞിനെ എന്ന്. അപ്പോൾ അബിയാണെങ്കിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയുകയാണ് അമ്മയുടെ അതേ ചായ തന്നെയാണ് കുഞ്ഞിന് എന്ന്. അപ്പോൾ കനകയും നയനയും പറഞ്ഞിരുന്നു ജലജയുടെ അതേ ചായ തന്നെയാണ് കുഞ്ഞിന് എന്ന്. നമുക്ക് ഭാഗ്യം കൊണ്ടുവന്ന കുഞ്ഞാണെന്ന് പറയുകയാണ്. അപ്പം നവ്യ ചോദിക്കുകയാണ് എന്താണെന്ന്. അപ്പോൾ അബി പറയുകയാണ് നമ്മുടെ കമ്പനിയിൽ വെറും ജോലിക്കാരനായിരുന്നില്ലേ ഞാൻ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കാമെന്നാണ് മുത്തശ്ശനും ആദർശേട്ടനും ഒക്കെ പറഞ്ഞതെന്ന്. പിന്നീട് ആദർശിൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ആദർശേട്ടൻ എന്നിങ്ങനെ ആദർശിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നവ്യാണെങ്കിൽ അതവിടെ നിർത്തുമെന്ന് പറഞ്ഞ് ആ സംസാരം അങ്ങ് മാറ്റിയാണ്. നിൻ്റെ ഏട്ടനെക്കുറിച്ച് നീ എൻ്റെ അടുത്തൊന്നും പറയണ്ട, എനിക്ക് നല്ലതുപോലെ അറിയാം, ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണെന്ന് നവ്യ പറഞ്ഞ് നിർത്തിക്കുകയാണ്. ഇങ്ങനെ നിർത്താൻ പറഞ്ഞപ്പോൾ അബിക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ ആദർശിനെക്കുറിച്ച്. അങ്ങനെ ആദർശിനെക്കുറിച്ചുള്ള ആ സംസാരം അബി അവിടെ നിർത്തിയാണ്. പിന്നീടാണെങ്കിൽ ദേവയാനിയാണെങ്കിൽ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്.
കണ്ടുകൊണ്ട് പറഞ്ഞ ജലജയ്ക്ക് അത് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ജലജയുടെ അടുത്ത് പറയുകയാണ്, ഞാൻ കുറേ സമയമായിട്ട് ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി കുറച്ച് സമയം നീ കളിപ്പിക്കുക എന്ന് പറയുകയാണ്. ജലജ പറയുകയാണ്, എനിക്ക് കണ്ടടത്ത് കിടന്ന കുഞ്ഞുങ്ങളെ ഒന്നും എടുത്ത് കളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ്. ഏതൊരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് കളിപ്പിക്കാൻ പറഞ്ഞ് എനിക്ക് കളിപ്പിക്കാനൊന്നും സമയമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇതുപോലെ ഒരു സമയം തന്നെയാണ് നിന്നെയും കൊണ്ടുവന്നതെന്ന് ഈ വീട്ടിലേക്ക്. നിന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ ഏതെങ്കിലും തെരുവിലോ അനാഥാലയത്തിലായി പോയേനെ എന്നിങ്ങനെ പറയുകയാണ്. ദേഷ്യപ്പെട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. എനിക്ക് കുഞ്ഞിനെ കളിപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേവയാനിയാണ് കുഞ്ഞിൻ്റെ അടുത്ത് പറയണം, മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, മോളെ കളിപ്പിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് മടിയിലെടുത്ത് വെക്കുകയാണ് ചന്തുമോളെ. നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നീ നിൻ്റെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. കുഞ്ഞിനെ കാണാൻ എനിക്ക് തിടുക്കമായി എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയണം, അത് നീ വെറുതെ പറയുന്നതാണ്. അങ്ങനെ കാണാൻ തിടുക്കം ഉണ്ടായിരുന്നെങ്കിൽ മോളെ അഡ്മിറ്റ് ആക്കിയ സമയം തന്നെ നീ അങ്ങോട്ട് പോവില്ലായിരുന്നോ? അപ്പോൾ നീ നവ്യെ പ്രസവിക്കുന്നതും കാത്തിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണ്, നീ പോകുന്നതെല്ലാം കൊള്ളാം, ഇവിടെ നടന്ന ഒരു കാര്യം അവിടെ പോയി മിണ്ടിപ്പോരുത് എന്ന് പറയുകയാണ്. പറയേണ്ട സമയത്ത് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം, ഇനി ഞങ്ങളുടെ വാക്ക് പുറത്ത് നീ പറയുകയാണെങ്കിൽ പിന്നെ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്ന് മുത്തശ്ശൻ ജലജയോട് പറയുകയാണ്. ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നീ പെട്ടെന്നൊന്നും തിരിച്ചു വരണ്ട, നീ പതുക്കെ വന്നാൽ മതി, ഇത്രയും സമയം കനകയല്ലേ നവ്യയ്ക്ക് കൂട്ടിരുന്നു, അതുകൊണ്ട് നീ കൂട്ടിരിക്കുക എന്ന് പറയുകയാണ്. പെട്ടെന്നൊന്നും വരണ്ട, ഹോസ്പിറ്റലിൽ ഇരിക്കുക എന്ന് പറഞ്ഞേക്കുകയാണ് ജലജ. അതിനുശേഷം അബിയും നവ്യയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജയെ കാണുമ്പോൾ തന്നെ നവ്യ ചോദിക്കുകയാണ്, എൻ്റെ അമ്മായിയമ്മ വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയനയും കനകയൊന്നും കാണാത്തതുകൊണ്ട് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മയും അനിയത്തിയൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം അവരിവിടെ ഉണ്ടായിരുന്നു, അവി വന്നതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് പറയുകയാണ്. അവർ ക്യാൻറ്റീനിലും എല്ലാം കാണുമെന്നിങ്ങനെ പറയുകയാണ്. അവി ഓരോന്ന് പറയുന്ന സമയത്ത് തിരിച്ച് ജലജ ഓരോന്നിങ്ങനെ തർക്കുത്തരങ്ങൾ പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അവളിപ്പോൾ പ്രസവം കഴിഞ്ഞ് കിടക്കുകയല്ലേ, എന്നിട്ട് അമ്മ എന്തിനാ അവൾ ഓരോന്നും പറയുന്നതെന്ന്. വഴക്കിട്ടതല്ലോ, അവൾ പറഞ്ഞതിന് മറുപടി തിരിച്ചു കൊടുത്തതാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അബി പറയുന്നുണ്ടായിരുന്നു, അമ്മയെപ്പോലെ തന്നെയാണ് മോനും എന്നിങ്ങനെ പറയുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴാണെങ്കിൽ കുഞ്ഞിനെ ജലജ നോക്കിയിട്ട് പറയുകയാണ്, എന്തായാലും എൻ്റെയും അബിയുടെയും ചായയൊന്നും ആ കുഞ്ഞിനില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ പറയണ, എന്തായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് പൊയ്ക്കോ, കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അബി പറയുകയാണ്, അമ്മയെപ്പോലെ തന്നെയാണ് മോനെന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, നിനക്കും കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ട് നീയും ഒന്ന് കണ്ണ് ഡോക്ടറെ കാണിച്ചേക്കെന്ന്. പിന്നീട് ജലജ നവ്യയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്ത് നിൻ്റെ അനിയത്തി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നോ എന്നപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്ത് കാര്യം സംസാരിക്കാനാണെന്ന് ചോദിക്കുകയാണ്. നവ്യ സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജലജ പറയുകയാണ്, ഒന്നുമില്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുകയാണ്, അങ്ങനെ സ്മൂത്തായിട്ട് തന്നെ പൊയ്ക്കൊണ്ട് എന്ന്. ഇവിടെ നിന്ന് പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിനക്ക് നല്ലൊരു പണി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ജലജ ഓർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.